പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യണം. കർത്താവെ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം ബലമാക്കണമേ. 39 കൊല്ലം ഞാൻ അർപ്പിച്ച കൃപയുടെ യുഗതിയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥത്താൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെ മേലും അതിന് അനന്തമായ കരുണ ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ആവശ്യങ്ങൾ, ഇന്നത്തെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ, ഇന്ന് നടക്കാതിരിക്കുന്ന യാത്രകൾ, പോകാതിരിക്കുന്ന യാത്രകൾ, ഇന്ന് ചെയ്ത് തീർക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, അതുപോലെ തന്നെ ജീവിതത്തെ ഇപ്പോൾ വഴിമുട്ടി നിർത്തിയിരിക്കുന്ന പല വിഷയങ്ങൾ, വ്യക്തികളാകാം, വ്യക്തികളുടെ നിലപാടുകളാകാം, നിയമമാകാം, നിയമത്തിന് തടസ്സമാകാം, ചിലപ്പോൾ ഇൻ്റർവ്യൂവിനും പരീക്ഷകൾക്കും ഉള്ള അയോഗ്യതയാകാം, ആവശ്യമായ രേഖകൾ ലഭ്യമല്ലാത്ത സാഹചര്യമാകാം. കർത്താവേ, എന്തു തന്നെയായാലും ഈ ഒരു പ്രാർത്ഥനയുടെ ശക്തിയാൽ
കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഈ വിഷയത്തിന് വേണ്ടി ദൈവിക തീരുമാനം ഉണ്ടാകാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. മാരകരമായ രോഗങ്ങൾ, തീരാവ്യാധികൾ, ആശുപത്രി കഴിയുന്നവരെ, അവിടെ ബൈസ്റ്റാൻഡേഴ്സായിട്ട് നിൽക്കുന്നവരെ, കർത്താവേ അതിനുവേണ്ടിയുള്ള ആവശ്യമായ സാമ്പത്തികമായ അവസ്ഥകളില്ലാത്തവരെ, പൈസയ്ക്ക് വേണ്ടി വല്ലാതെ വിഷമിക്കുന്നവരെ, കടങ്ങൾ കാരണം കടക്കാരുടെ സമ്മർദ്ദങ്ങൾ മൂലം മനസ്സ് വിഷമിക്കുന്നവരെ, പല വിഷയങ്ങളും വിചാരിച്ച പോലെ നടക്കാതെ ഇങ്ങനെ ട്രാഫിക് ജാം പോലെ ജീവിതത്തിൽ ജാമായി ഒരു അടിപോലും ജീവിതം മുന്നോട്ട് പോകാതെ വഴിയിൽ കുഴഞ്ഞു പോകുന്നവരെ, രക്ഷിക്കും, എപ്പോൾ രക്ഷപ്പെടുമെന്ന് അറിയാൻ പാടില്ല വിഷമിക്കുന്നവരെ, അവർക്ക് കർത്താവെ ഒരു പുതിയ വഴി കാണിക്കാൻ വേണ്ടി പരിശുദ്ധ ദേവമാതാവിൻ്റെ മാധ്യസ്ഥം ലഭിക്കുന്നത്. പ്രാർത്ഥനയിൽ കർത്താവെ മുന്നോട്ട് പോയിട്ട് പലർക്കും പ്രാർത്ഥനയുടെ ഉത്തരം താമസിക്കുന്നതനുസരിച്ച് കൊണ്ട് വിശ്വാസശൈത്യം സംഭവിച്ചവരെ, അവരെ കർത്താവെ അങ്ങ് ആരിപ്പുവിനെ ചൂടാക്കുകയും വാടിപ്പുവിനെ നനയ്ക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവ് നിറവാൽ അവരെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനങ്ങളിൽ വഴക്കും വിദ്വേഷവും മത്സരവും ഉള്ളവരെ, ഭൗതിക ജീവിതത്തിൽ പരാജയങ്ങളും മത്സര തകർച്ചയും ഉള്ളവരെ, ഒരു വിഷയം കണ്ട് ഒരു ലക്ഷ്യം ഫിക്സ് ചെയ്ത് അതിൽ ആശ്രയം വെച്ച് മുന്നോട്ട് പോയി വർഷങ്ങളെടുത്തു, ഇപ്പോൾ അത് നടക്കാത്ത അവസ്ഥയായി, അങ്ങനെ ജീവിതം മന്ദിച്ചു പോയവർ, അവരെല്ലാം കർത്താവ് ഇപ്പോഴും പരിശുദ്ധ ദേവമാതാവിന്റെ മാധ്യസ്ഥത്തിൽ അവരുടെ ബന്ധനങ്ങളെ യേശുക്രിസ്തു നാമത്തിൽ ഞാൻ അഴിച്ചു മാറ്റുന്നു. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, ഇന്നത്തെ യാത്ര, ഇന്നത്തെ ജനങ്ങളോടുള്ള ഇടപെടലുകൾ, ഇന്നത്തെ സംസാരങ്ങൾ, ജനങ്ങളോടുള്ള അഭിസംബോധനകൾ, പഠനങ്ങൾ, പഠിപ്പിക്കലുകൾ എല്ലാം ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. അത് നാളെ തിങ്കളാഴ്ച ചെയ്യാനിരിക്കുന്ന ജോലികൾക്ക് ആവശ്യമായ അനുതാരികൾ സ്വരുക്കൂട്ടുന്നവരെ, അവർക്കുള്ള തടസ്സങ്ങളെ ഈശോനാമത്തിൽ ബന്ധിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ ഹൃദയത്തിൻ്റെ മന്ദിപ്പുകൾ മാറുകയും മനസ്സിൻ്റെ ഇടർച്ച കർത്താവിൻ്റെ നാമത്തിൽ സുഖപ്പെടുകയും ചെയ്യട്ടെ. പ്രാർത്ഥിക്കാൻ പറ്റാത്തവർ, ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ കാരണം ഉറങ്ങാൻ പോലും പറ്റാത്തവർ, അവരുടെ വിശ്വാസം വർദ്ധിക്കുകയും പ്രാർത്ഥനയിൽ അവർ എരിവുള്ളവരാകുകയും ഈ വിഷയത്തെ അതിജീവിക്കാൻ പരിശുദ്ധ ദേവമാതാവ് അവരെ സഹായിക്കട്ടെ. വിദേശ ജോലികൾ, അതിനുള്ള രേഖകൾ, യാത്രകൾ, പരീക്ഷണങ്ങൾ, ഇൻ്റർവ്യൂകൾ, ടെസ്റ്റുകൾ, വരാൻ പോകുന്ന റിസൾട്ടുകളെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ നിനക്ക് അനുകൂലമായി മാറട്ടെ. ലോർഡ് ഇൻഫ്യൂസ് യുവർ സ്പിരിറ്റ്, ലോർഡ് ഇൻഫ്യൂസ് യുവർ സ്പിരിറ്റ് ഓഫ് പവർ ആൻഡ് ഗ്രേസ്. കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കുഞ്ഞുങ്ങളെ പ്രതി പീഡിതരായിട്ടുള്ളവരും മാനസികമായ പ്രയാസം അനുഭവിക്കുന്നവരും, കുഞ്ഞുങ്ങളോട് സങ്കടപ്പെടുന്നവരും, കുഞ്ഞുങ്ങളില്ലാത്തവരെ വേദനിക്കുന്നവരെയും ഈ നിമിഷം ഈശോനാമത്തെ ആശീർവദിക്കുന്നു. ലോർഡ് ഇൻഫ്യൂസ് യുവർ സ്പിരിറ്റ്, ലോർഡ് ഇൻഫ്യൂസ് യുവർ സ്പിരിറ്റ് ഓഫ് പവർ ആൻഡ് ഗ്രേസ്. കടകൾ, വരുമാനമാർഗ്ഗങ്ങൾ, ഹോൾസെയിലുകൾ, റീറ്റെയിലുകളായി വർക്ക് ചെയ്യുന്നവർ, ഏജൻസി എടുത്ത് വർക്ക് ചെയ്യുന്നവർ, മത്സ്യത്തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ, കൃഷിയിടങ്ങൾ കൊണ്ട് ജീവിക്കുന്നവർ, അവരെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. അവരുടെ അതിനോടനുബന്ധിച്ചുള്ള എല്ലാ വിഷയത്തിലും നമ്മൾ ദൈവ തീരുമാനം ഉണ്ടാകട്ടെ. ഇന്ന് ഞായറാഴ്ചയാണ്. വർഷങ്ങളായി കുർബാന, മാസങ്ങളായി, ദിവസങ്ങളായി പ്രാർത്ഥന മുടങ്ങിയവർക്ക് കർത്താവ് പുതിയ കൃപ നൽകുകയും അവരുടെ ആത്മീയ ജീവിതത്തെ കർത്താവ് ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. ലോർഡ് ഇൻഫ്യൂസ് യുവർ സ്പിരിറ്റ് ഓഫ് പവർ ആൻഡ് ഗ്രേസ്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. നമ്മൾ അത് യൂട്യൂബിൽ അപ്പ് ചെയ്തിട്ടുണ്ട്, നോക്കണേ. വരാപ്പുഴ എന്നുള്ള ദമ്പതികളാണ്. അപ്പം ഇതിൻ്റെ ഒരു വിസ്മയം എന്ന് പറയുന്നത്, ഇവർ കൃപാസനത്തിൽ കൗൺസിലിങ്ങിന് വന്നപ്പോൾ കൗൺസിലർ ഇവരോട് പറഞ്ഞ് തീയും വെള്ളവും സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഇവർക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടില്ല, എന്താ ഉദ്ദേശിക്കണമെന്ന് അറിയാൻ പാടില്ലെന്നാണ്. അവരങ്ങനെ അത് വലിയ കാര്യമായിട്ട് എടുത്തില്ല. പക്ഷെ അവർ താഴെ കൃപാസനത്തിൽ വന്ന് അച്ഛൻ ആൾത്താരെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ഇവിടെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞാനും പറഞ്ഞ് തീയും വെള്ളവും സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഈ മനുഷ്യൻ തീ പിടിച്ച്. അപ്പോഴാണ് ഇവർ രണ്ടും ഇത് മുകളിൽ കൗൺസിലിങ് 2ാം നിലയിലല്ലേ, അപ്പോൾ താഴെ അച്ഛൻ ആൾത്താറ് നിൽക്കുന്നത്, തമ്മിൽ കണക്ഷനൊന്നുമില്ലല്ലോ. അപ്പോൾ അതായത് ഇങ്ങനെ കുറേ സംഭവങ്ങൾ ജീവിതത്തിൽ ഈ ആത്മീയ മേഖലയിൽ നമ്മളെ വിസ്മയിപ്പിക്കും. അതെന്താ സംഭവിച്ചത്? അപ്പം ഞാനിത് ഈ സാക്ഷ്യം കേട്ടപ്പോഴേ ഞാൻ ഓർത്തെന്താണെന്നറിയാമോ, ഈ ഉടമ്പടി എന്ന് പറയണത് തന്നെ ദുരന്തമുണ്ടാകാൻ പോണ് പ്രാർത്ഥിക്കണമെന്നാണ് അമ്മ പറഞ്ഞത്. അമ്മയുടെ കൃപാസന പ്രത്യക്ഷീകരണം അതാണ്.
ദുരന്തം ഉണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കണം. 2004 ഡിസംബർ 7 അമ്മ സമയഘടികാരം നിൽച്ചാടത്തി പ്രത്യക്ഷപ്പെടുമ്പോൾ പറയണത് ദുരന്തം ഉണ്ടാകാൻ കൂടെ പ്രാർത്ഥിക്കണമെന്നാണ്. അപ്പോഴത് വ്യക്തി ദുരന്തമാകാം, ചിലപ്പോൾ രാജ്യ ദുരന്ത കലാമിറ്റീസ് ആകാം, ചിലപ്പോൾ യുദ്ധം പോലെയുള്ള പ്രപഞ്ച ദുരന്തമാകാം, കാലാവസ്ഥാ ഭേദങ്ങളാകാം. എല്ലാം ഈ കൃപാസന പ്രത്യക്ഷീകരണം അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് സഭയാണത് പറയേണ്ടത്. നമുക്കങ്ങനെ അത് വ്യാഖ്യാനിക്കാനുള്ള അധികാരവും അംഗീകാരമൊന്നുമില്ല. അതുകൊണ്ടാണ് സഭ ഈ പ്രത്യക്ഷീകരണം പഠിക്കണമെന്ന് പറഞ്ഞ് നമ്മൾ ലോകവ്യാപകമായ രീതിയിൽ ഇപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയില്ല. അതിൽ നമ്മുടെ പ്രത്യക്ഷ പ്രാർത്ഥന എന്ന് പറയുന്നത്. പക്ഷേ ഒരു കാര്യം സത്യമാണ്, അത് ദൈവിക ദൈവിക വാഗ്ദാനങ്ങൾ ഉള്ളതാണ്. എന്താണ് കാര്യം? വരാൻ പോകുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കുമെന്ന് പറഞ്ഞില്ലേ? യോഹന്നാൻ 16:14 അവൻ സ്വമേധയാ ആയിരിക്കില്ല സംസാരിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഈശോ പറയണം, അവൻ സ്വമേധയാ ആയിരിക്കില്ല സംസാരിക്കുന്നത്. അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അവൻ നിങ്ങളെ അറിയിക്കും. അത് വാഗ്ദാനമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ വാഗ്ദാനപ്രകാരം തന്നെയാണ് കൃപാസനത്തിൽ പ്രത്യക്ഷീകരണം സംഭവിച്ചിരിക്കുന്നത്. വരാനിരിക്കുന്ന കാര്യങ്ങൾ അറിയിക്കുന്നത് ആരാണ്? പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ അമ്മയാണ് കൃപാസനത്തെ അറിയിക്കുന്നത്. ഇതുപോലെ തന്നെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള കാര്യം എന്നറിയാമോ, ഈ മനുഷ്യന്മാർക്ക് ദൈവത്തിൻ്റെ ചൈതന്യത്തിൽ ജീവിക്കുന്നത്, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇവർ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഇത് നമ്മുടെ ആശ്രമ സ്പിരിച്വാലിറ്റി സംഭവത്തിനെ കോംപ്ലിക്കേറ്റ് ആക്കിയിട്ടുണ്ട്. സാധാരണ മനുഷ്യർക്ക് സാധ്യമല്ല എന്ന രീതിയിലാക്കിയിട്ടുണ്ട്. അങ്ങനെയല്ല, ഇത് എല്ലാവർക്കും സാധിക്കും. ആധ്യാത്മിക ജീവിതം നമ്മളൊന്ന് വചനം അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി കർത്താവിൻ്റെ പ്രാർത്ഥന എന്താ? ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. അതൊന്ന് ആത്മാർത്ഥത്തോടെ പ്രാർത്ഥിക്കണമെങ്കിലുണ്ടല്ല, ഒരുമാതിരിപ്പെട്ട പാപങ്ങളൊക്കെ ഒഴിവായി കിട്ടും. കാരണം പ്രൊട്ടക്ഷൻ പ്രെയറാണത്. ഒരേ സമയം തന്നെ പ്രൊട്ടക്ഷൻ പ്രെയറും അതേസമയം തന്നെ ഡെലിവറൻസ് പ്രെയറും ഉള്ളതാണ്. ഈ സ്വർഗ്ഗസ്ഥനായ പിതാവിൻ്റെ കണ്ടൻറ്റ് വൈസ് ഭയങ്കര റിച്ചാണത്. എന്നുവെച്ചാൽ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിങ്ങളെ രക്ഷിക്കണമേ. ഇത് നിങ്ങളെ ഒരു ദിവസം ആവർത്തിച്ച് പ്രാർത്ഥിക്കണം. ഞങ്ങളെ സ്വർഗ്ഗസ്ഥനായ പിതാവ് മൊത്തം ചെല്ലണതിന് പകരം ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കണം. പ്രലോഭനത്തിൽ ഉൾപ്പെടാതിരിക്കാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കണം, തിന്മയിൽ രക്ഷപ്പെടാൻ വേണ്ടി. അങ്ങനെ വന്നാൽ ഓട്ടോമാറ്റിക്കലായിട്ട് പാപങ്ങൾ മിനിമൈസ് ചെയ്ത് വരും. പാപം ഒഴിവാക്കി ജീവിക്കാനുള്ള ഏറ്റവും എളുപ്പ വഴിയാണിത്. ഒന്ന് നമ്മളതിനെക്കുറിച്ച് കോൺഷ്യസ് ആവും, രണ്ടാമത് നമ്മളെ ബലഹീനത ഉണ്ടെങ്കിൽ ദൈവം നമുക്കൊരു സംരക്ഷണം നൽകും. ഒരേ സമയം സ്വർഗ്ഗസ്ഥനായ പിതാവ് ഈശോ പഠിപ്പിച്ചപ്പോൾ അതിൻ്റെ അകത്ത് സംരക്ഷണ പ്രാർത്ഥനയുണ്ട്, പ്രേയർ ഓഫ് ഡെലിവറൻസും ഉണ്ട്. ഡെലിവറൻസ് ഫ്രം ദി ഈവിൾ, ആമേൻ. കണ്ടാ, ഞങ്ങളെ തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ. പിന്നെ എന്താണ്? ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. ഇനി ഇത് തന്നെ പാപം ഒഴിവായി ജീവിക്കുക. ഇപ്പം നിങ്ങൾ കുമ്പസാരിക്കുക ചെയ്യത്തില്ലേ? കുമ്പസാരിക്കുമ്പോൾ അതിന് ശേഷവും പ്രായശ്ചിത്തം അച്ഛൻ കൽപ്പിക്കണ ചെയ്താലും ആത്മാർത്ഥമായിട്ട് കുറച്ച് നേരം പള്ളിയിൽ നിന്നൊരു മനസ്സുകളിൽ ദൈവത്തോട് നമ്മൾ പേഴ്സണലായിട്ട് ഇൻട്രാക്ട് ചെയ്യണം. എന്നതാണ്? ദൈവത്തെ തോന്നണം നമ്മളിത് ആഗ്രഹിക്കുന്നുണ്ടോ. കാര്യം ഓരോ പ്രാർത്ഥനയ്ക്കുള്ള പ്രശ്നം ഇത് നമ്മൾ ഓൺ ചെയ്യുന്നില്ലെന്ന് ദൈവത്തിന് അറിയാവുന്ന കാരണം ദൈവത്തിന് സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ഒരു പ്രൊവിഷനുണ്ട്. അതാണ്, ഡു യു ആക്ച്വലി മീൻ ഇറ്റ്? ഡെലിവറൻസ് പ്രെയർ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടല്ലേ? ഇപ്പോൾ പല ഡെലിവറൻസ് പ്രെയർ നിങ്ങൾ ഓർക്കണത് അച്ഛന്മാർക്ക് മാത്രമേ ചെല്ലാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഈശോ തന്ന സ്വർഗ്ഗസ്ഥനായ പിതാവിൽ ആണ് ഏറ്റവും ടോപ്പ് ഡെലിവറൻസ് പ്രെയർ. ഡെലിവറൻസ്, അതായത് കർത്താവെ എല്ലാ തിന്മകളും ഞങ്ങൾ മോചിക്കണമേ, ഈ കാലയളവ് ഞങ്ങൾക്ക് സമാധാനം നൽകണമേ, പാപത്തിനും അസ്വസ്ഥതകളിൽ നിന്നും ഞങ്ങൾ എപ്പോഴും കാരുണ്യപൂർവ്വം കാത്തുകൊള്ളണമേ, സൗഭാഗ്യവും രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്ന് നമ്മൾ കുർബാനയെ പ്രാർത്ഥിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ്. ഞാനീ പറയുന്ന സംഭവം നിങ്ങളിന്ന് കാണാൻ പഠിക്കുകയാണെങ്കിൽ അടിപൊളി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ കരം പിടിച്ച് ദൈവപിതാവിനെ മുഖാഭിമുഖം കാണുവാൻ ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് കൂടുതൽ തീക്ഷ്ണതയോടെ വിശ്വസ്തയോടെ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് മുന്നേറാൻ ഉതകുന്ന ലിവിങ് ഓറക്കിൾസ് ജീവവചസ്സുകൾ എന്ന വലിയ ശുശ്രൂഷയുടെ 9ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ സാക്ഷ്യ വചന വിശകലനത്തിനായിട്ട് എടുക്കുന്നത്
തൃശ്ശൂരിൽ നിന്നുള്ള ഡേവിസ് എന്ന അപ്പച്ചൻ്റെ വലിയൊരു സാക്ഷ്യമാണ്. എൻ്റെ പേര് പൃഥ്വി എന്നാണ്. ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ കൃപാസനം മാതാവിൻ്റെ ഉടമ്പടിനെ കുറിച്ചിട്ടൊരു സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് ആദ്യം കൃപാസന മാതാവിനെ കുറിച്ചോ ഉടമ്പടിനെ കുറിച്ചോ വലിയ അറിവുകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ എല്ലാവരും പറഞ്ഞ പോലെ ഒരുപാട് ട്രോളുകളും അതും ഇതും കണ്ടതിന് ശേഷം ഞങ്ങൾ അല്പവിശ്വാസികളായിട്ടാണ് ആദ്യം ഇങ്ങോട്ട് വന്നതെങ്കിലും ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തൊട്ടേ ഞങ്ങൾക്ക് ഓരോരോ അനുഭവങ്ങളായിട്ട് കിട്ടിത്തുടങ്ങി. ഈ അപ്പച്ചൻ്റെ മകളാണ് ഈ അപ്പച്ചൻ്റെ വിഷയത്തിന് വേണ്ടിയിട്ട് മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത്. കാരണം അപ്പച്ചന് 70 വയസ്സിന് മുകളിൽ പ്രായമുണ്ട്. അപ്പോൾ ഈ സാക്ഷ്യം തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഈ അപ്പച്ചൻ പറയുന്നുണ്ട്, മരിയൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ അപ്പച്ചനെ ഒരു പ്രത്യേക വിഷയം മനസ്സിനെ ഒരുപാട് വിഷമിപ്പിച്ചിരുന്നു. കാരണം ഒരു സാധാരണ പാവപ്പെട്ട കുടുംബമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം 10 രൂപ പോലും വളരെ വിലയുള്ള ഒരു കുടുംബമാണ്. അപ്പോൾ പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത ഒരു വലിയ ദൈവാനുഭവത്തിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് ഈ അപ്പച്ചനിൽ നിന്നാണ്. എൻ്റെ പേര് ഡേവിസ്, സ്ഥലം കാളത്തോട്, തൃശ്ശൂർ ജില്ലയിലെ കാളത്തോട് എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. എൻ്റെ ജോലി പത്രത്തിൻ്റെ ഏജൻറ്റിനാണ്. പത്രവിതരണം, പത്രത്തിൻ്റെ സംബന്ധിച്ചുള്ള ജോലികളാണ് ചെയ്യുന്നത്. എനിക്ക് പത്രം വിതരണം ചെയ്തിട്ട് ബാങ്കിൽ നിന്ന് ഒരു 75,000 റുപ്യ കിട്ടാനുണ്ടായിരുന്നു. 10 വർഷമായിട്ട് ആ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് പല വാതിലുകളും മുട്ടി, പല ഉന്നതമായ ആൾക്കാരെയായിട്ടും സമീപിച്ചു. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 10 രൂപ പോലും ഒത്തിരിയേറെ വിലമതിക്കുന്ന ഈ ഒരു കുടുംബത്തിന് 75,000 രൂപയാണ് ബാങ്കിൽ നിന്ന് ന്യായമായി കിട്ടാനുള്ളത്. ഈ ഒരു പത്ര ഏജൻ്റായിട്ട് പ്രവർത്തിക്കുന്ന അപ്പച്ചന് ബാങ്കിൽ നിന്ന് ഈ ഒരു പ്രത്യേകമായ തൊഴിൽ ചെയ്തതിന് ന്യായമായി ഇത്രയും തുക ലഭിക്കാനുണ്ട്. അപ്പോൾ ഈ അപ്പച്ചൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മരിയൻ ഉടമ്പടിയുടെ വലിയൊരു സ്വഭാവം ഉൾക്കൊള്ളുന്നതാണ്. ഞാനിങ്ങനെ ഇടയ്ക്ക് പുത്തമ്പള്ളിയിൽ പോകും. തൃശ്ശൂർ പുത്തമ്പള്ളിയിൽ പോയി അവിടെ ഇരിക്കും. അങ്ങനെ ഒരു ദിവസം ഇരിക്കുമ്പോൾ ഇപ്രകാരം ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ആ പള്ളിയിലെ കൊച്ചച്ഛൻ വന്ന്, തൃശ്ശൂർ പുത്തമ്പള്ളിയിലെ കൊച്ചച്ഛൻ വന്ന് അപ്പച്ചനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് അപ്പച്ചൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതെന്ന്. അപ്പച്ചൻ പറയുന്നത് ഇപ്രകാരമാണ്. അപ്പം ഞാൻ അച്ഛനോട് തുറന്നു പറഞ്ഞു, അച്ഛാ, എനിക്കിങ്ങനെ പത്രം വിതരണം ചെയ്ത് നടക്കുന്ന ആളാണ്. എനിക്ക് ബാങ്കിൽ പത്രം വിതരണം ചെയ്തിട്ട് എനിക്ക് ഇത്ര പേർക്ക് 75,000 റുപ്യ കിട്ടാനുണ്ട്. അത് കിട്ടാനില്ല, പല കാരണങ്ങൾ പറഞ്ഞ് അവർ മുടക്കുക. അപ്പം അതിന് ഒരു പരിഹാരം എനിക്ക് ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞു. എനിക്ക് ഇതേപോലെ പത്ര ഏജൻറ്റിൻ്റെ ജോലി ചെയ്തിട്ട് എനിക്കൊരു 75,000 രൂപ ബാങ്കിൽ നിന്ന് കിട്ടാനുണ്ട്. അത് 10 വർഷമായിട്ട് ഞാൻ ബാങ്കിൽ കയറി ഇറങ്ങി നടക്കുന്നു. മാനേജേഴ്സ് എല്ലാവരും എന്നെ കൈയൊഴിഞ്ഞ അവസ്ഥയാണ്. മാനേജേഴ്സ് ഇങ്ങനെ മാറി മാറി വരും. പക്ഷേ എൻ്റെ വിഷയത്തിൽ ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. അപ്പം അച്ഛൻ, ഞാനൊരു പരിഹാരം പറഞ്ഞാൽ അത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അച്ഛ എന്ത് പറഞ്ഞാലും ഞാൻ അത് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ എന്നെ വിളിച്ച് എന്നോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞു, മുട്ടൂത്തി അവിടെ നിൽക്കാൻ പറഞ്ഞു. ഞാൻ മുട്ടൂത്തി നിന്നു. അച്ഛൻ തലയിൽ കൈവച്ചിട്ട് പ്രാർത്ഥിച്ചു. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊച്ചച്ഛൻ പ്രകാരം ഈ അപ്പച്ചനോട് പറയും, അപ്പച്ചൻ്റെ വിഷയത്തിന് ഞാനൊരു പരിഹാരം പറഞ്ഞു തരാം, അപ്പച്ചൻ അത് കേൾക്കോ എന്ന് ചോദിച്ചു. അപ്പച്ചൻ പറഞ്ഞു, ഞാൻ അത് കേൾക്കാം, അനുസരിക്കാം. അച്ഛൻ പറഞ്ഞു കൊടുത്ത ഇപ്രകാരമാണ്. അങ്ങനെ അച്ഛൻ പ്രാർത്ഥിച്ചു. അച്ഛൻ പറഞ്ഞു, നിങ്ങൾ കൃപാസനത്തിൽ പോവുക, അവിടെ പോയിട്ട് പ്രാർത്ഥിക്കുക, ഉടമ്പടി എടുക്കുക, അതിന് ഫലം നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് പറഞ്ഞു. കൃപാസനത്തിൽ പോയി മരിയൻ ഉടമ്പടി എടുക്കുക, അപ്പച്ചൻ്റെ വിഷയത്തിൽ പരിശുദ്ധ ദൈവമാതാവ് ഉടമ്പടി വഴിയായി ഇടപെടും. ഇതാണ് പറഞ്ഞു കൊടുത്ത ഒരു പോംവഴി എന്നത്. ഞാൻ ആദ്യം പറഞ്ഞു, പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത ഒരു മരിയൻ ഉടമ്പടി അനുഭവമാണ് ഈ ഒരു ഉടമ്പടി യാത്ര അവസാനിക്കുമ്പോൾ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഈ യാത്ര എവിടെയാണ് ആരംഭിക്കുന്നത് എന്നതിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. അതായത് നിരന്തരം ദൈവസന്നിധിയിൽ ആയിരിക്കുന്ന, ദൈവത്തോട് ആലോചന തേടുന്ന ഒരു വ്യക്തിത്വമാണ് ഈ അപ്പച്ചൻ. അത് ഉൽപ്പത്തി 17-ാം അധ്യായം 1-ാം തിരുവചനമാണ്. അബ്രാഹത്തിനോട് 99-ാമത്തെ വയസ്സിൽ ദൈവം പ്രത്യക്ഷപ്പെട്ട് പറയുന്നത് പ്രകാരമാണ്, സർവശക്തനായ ദൈവമാണ് ഞാൻ, എൻ്റെ മുമ്പിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായി വർത്തിക്കുക.
അപ്പോൾ ഈ അപ്പച്ചൻ ദൈവ തിരുസന്നിധിയിൽ നിന്ന് വിട്ടുമാറാതെയാണ് ഈ ഒരു സഹനകാലങ്ങളിലെല്ലാം കഴിഞ്ഞുകൂടുന്നത്. ഇങ്ങനെ ദൈവ തിരുസന്നിധിയിൽ നിന്ന് വിട്ടുമാറാതെ ഇരുന്ന അപ്പച്ചൻ്റെ അടുത്തേക്ക് ദൈവം തൻ്റെ ദൂതനെ അയക്കുകയാണ് ഈ കൊച്ചച്ഛനിലൂടെ. വചനം ഇപ്രകാരമാണ്. പുറപ്പാട് 23:20 തിരുവചനമാണ്. ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനെ അയക്കും, അവൻ നിൻ്റെ വഴിയിൽ നിന്നെ കാത്തു നിൽക്കും, ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് അവൻ നിന്നെ കൂട്ടിക്കൊണ്ടുവരികയും ചെയ്യും. പുറപ്പാട് 23:20 ശക്തമായ ഒരു തിരുവചന ഭാഗമാണിത്. ഇവിടെ ദൈവപിതാവ് ഈ അപ്പച്ചനിലൂടെ വലിയൊരു അത്ഭുതം നടത്താൻ നേരത്തെ തീരുമാനിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് തൻ്റെ ദൂതനെ വിട്ട് ഈ അപ്പച്ചനെ കൃപാസനത്തിലോട്ട് ക്ഷണിക്കുന്നത്. ഇതൊരു വലിയ ക്ഷണക്കത്താണ്. ഇപ്രകാരം അനുസരണയോടെ ആ കൊച്ചച്ഛൻ്റെ വാക്ക് കേട്ട് അപ്പച്ചൻ തൻ്റെ 3 പെൺമക്കളുമായി അവരുടെ കുടുംബവുമായി വന്ന് കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുക്കാൻ വരികയാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു. ഒക്ടോബറിൽ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുക്കാൻ പോയപ്പോൾ അവിടുത്തെ മാനേജർ പറഞ്ഞു എനിക്ക് ഉടമ്പടി തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എന്താ വെച്ചാൽ അങ്ങനെ പറയണമെന്ന് പറഞ്ഞു. അപ്പം എന്നോട് ചോദിച്ചു എത്ര വയസ്സായെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 70 വയസ്സ് കഴിഞ്ഞു. അയ്യോ ചേട്ടാ, 65 വയസ്സ് കഴിഞ്ഞവർക്ക് ഉടമ്പടി കൊടുക്കാൻ പാടില്ല, അവരൊക്കെ രോഗത്തിനും ഇതിനൊക്കെ അടിമേറ്റ് ചെയ്തുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ഈ ഉപവാസം എടുക്കലും മരുന്ന് കഴിക്കലൊക്കെ ആകുമ്പോൾ അത് രോഗത്തിന് അത് കൂടുതൽ ബുദ്ധിമുട്ടാവും, അതിന് പേരിലാണ് തരാത്തതെന്ന് വെച്ചു. അങ്ങനെ മകളാണ് ഈ അപ്പച്ചൻ്റെ ഈ പ്രത്യേകമായ വിഷയത്തിന് വേണ്ടി, അതായത് 75,000 രൂപ പത്ര ഏജൻറ്റിൻ്റെ ജോലി ചെയ്തത് അത് ബാങ്കിൽ നിന്ന് 10 വർഷമായിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ വിഷയം മരിയൻ ഉടമ്പടിയിൽ എഴുതി ഇട്ടതിന് ശേഷം ഈ അപ്പച്ചൻ ജീവിക്കുന്ന ഒരു മരിയൻ ഉടമ്പടി ജീവിതമുണ്ട്. അത് നമ്മളൊന്ന് മനനം ചെയ്യേണ്ട, വിശകലനം ചെയ്യേണ്ട ഒന്നാണ്. കാരണം അപ്പച്ചനല്ല ഉടമ്പടി എടുത്തിരിക്കുന്നത്, മകളാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്. അപ്പം മകളാണ് മരിയൻ ഉടമ്പടി നിബന്ധനകൾ പാലിക്കാൻ കടപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഈ അപ്പച്ചൻ മരിയൻ ഉടമ്പടിയുടെ ഭാഗമായി മാറുകയാണ്. അപ്പച്ചൻ പറയുന്നുണ്ട്, ഞാൻ പത്ര ഏജൻ്റാണ്, വെളുപ്പിനെ എനിക്ക് 4 മണിക്ക് എഴുന്നേറ്റ് ഈ ജോലിക്ക് പോകണം. അപ്പോൾ ഈ അപ്പച്ചൻ പറയുന്നുണ്ട്, ഞാൻ വെളുപ്പിനെ 4 മണിക്ക് എഴുന്നേറ്റ് കൃപാസനം തിരി കത്തിച്ചു വെച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും, പരിശുദ്ധ അമ്മയ്ക്ക് എൻ്റെ ഈ വിഷയം ഞാൻ സമർപ്പിക്കും, അതുപോലെ തന്നെ സായാഹ്ന പ്രാർത്ഥനയെല്ലാം ഞാൻ കൃത്യമായി മുടങ്ങാതെ ചൊല്ലും. അങ്ങനെ വിശുദ്ധിയുള്ളൊരു ജീവിതം ഈ അപ്പച്ചനും ഈ മകളെടുത്ത ഉടമ്പടിയിന്മേൽ തുടർന്നുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ 45-ാം ദിവസം വലിയൊരു ദൈവിക ഇടപെടൽ ഉണ്ടാവുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹബക്കുക്ക് 1:5 തിരുവചനം അനുസരിച്ച് പറഞ്ഞാൽ കേട്ടാൽ ആരും വിശ്വസിക്കാത്ത വലിയ ഒരു ദൈവിക ഇടപെടൽ. അത് ഇപ്രകാരമായിരുന്നു. 2 മണിക്ക് ജോലിയെല്ലാം കഴിഞ്ഞ് വന്ന് ഒന്ന് കുളിച്ച് പതുക്കെ മയങ്ങുമ്പോൾ കൃത്യം 2:30 മണിയോട് കൂടിയിട്ട് കൃപാസനത്തിലെ മരിയൻ പ്രത്യക്ഷീകരണ സമയമാണിത്. അങ്ങനെ ഞാൻ 2:30-ക്ക് കിടന്നു. 2:30-ക്ക് കിടന്നിട്ട് ലേശം കഴിഞ്ഞമ്മ കണ്ണടച്ച് ഇരുന്നപ്പോൾ ഒരു അമ്മാമ്മ എന്നെ വന്ന് മോനെ എഴുന്നേൽക്ക്, ഉറങ്ങല്ലേ എനിക്കാൻ പറഞ്ഞു. ഒരു മുണ്ടും ചട്ടയും എടുത്തിട്ടുള്ള വെളുത്തിട്ടുള്ളൊരു അമ്മ, ശുഭവസ്ത്രം ധരിച്ചിട്ടുള്ള ഒരു അമ്മ വന്നിട്ട് എന്നെ തട്ടി വിളിച്ചു, മോനെ എഴുന്നേൽക്ക്. ഞാൻ കണ്ണു തുറന്നു നോക്കി, ആരും കാണാനില്ല, ഒരാളുമില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചു. പിന്നെ നോക്കിയപ്പോൾ പറഞ്ഞു, പിന്നെ രണ്ടാമത് ഞാൻ കിടന്നു. രണ്ടാമതും ഈ അപ്പച്ചനെ വിളിക്കും മോനെ എന്ന്. അപ്പോൾ അപ്പച്ചനോട് ദൈവമാതാവ് ഒരു കാര്യം പറയും. ഇന്ന സ്ഥലത്ത് പോയിട്ട് കേരള സദസ്സിൽ ഡിസംബർ 5-ാം തീയതി കേരള സദസ്സിൽ പോയിട്ട് ഒരു പരാതി കൊടുക്കുക, അതിന് ഫലം ഉണ്ടാവും എന്ന് പറയലും ആൾ പോലും കഴിഞ്ഞു. പിന്നെ അമ്മമ്മനെ കണ്ടില്ല. ഇപ്രകാരം സന്ദേശം കൈമാറി അമ്മ പോയി. തുടർന്ന് 15-ാം ദിവസം ആ പരിശുദ്ധ അമ്മ ഒപ്പിട്ട ആ ഫയലിന്മേൽ നടപടിയുണ്ടായി. SP ഓഫീസിൽ നിന്ന് ഈ അപ്പച്ചന് ഒരു വിളിയുണ്ടാവുകയാണ്. നിങ്ങൾ ഒരു പരാതി കൊടുത്തില്ലേ, അത് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സ്ഥലത്തെ ഇവരുടെ ടൗണിലുള്ള SIക്ക് ഈ അപ്പച്ചൻ്റെ പരാതി കൈമാറുകയാണ്. പരിശുദ്ധ അമ്മ അഭിഭാഷകയായി നിന്നുകൊണ്ട് ഈ ടൗൺ SI ബാങ്ക് മാനേജറിനെ വിളിച്ച് ഷൗട്ട് ചെയ്യുകയാണ്. ഇതാണ്
ഈ സാക്ഷ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത്. 32-ാം സങ്കീർത്തനം 8-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി പതിപ്പിച്ച് നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ ഉപദേശിക്കാമെന്ന്. ഈ അപ്പച്ചൻ ഏത് വഴിയിലൂടെയാണ് പോകേണ്ടതെന്ന് പരിശുദ്ധ ദൈവമാതാവ് മരിയൻ ഉടമ്പടി വഴിയായി ഈ അപ്പച്ചൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു കൊടുക്കുകയാണ്. ഇതാണ് മരിയൻ ഉടമ്പടിയുടെ വലിയൊരു റേഞ്ച് എന്ന് പറയുന്നത്. ഈ അപ്പച്ചന് വേണ്ടി വാദിക്കാൻ സംസാരിക്കാൻ ആരുമില്ല. അപ്പോൾ ദൈവമാതാവ് തന്നെ അഭിഭാഷകയായി നിന്നുകൊണ്ട് ഈ അപ്പച്ചന് വേണ്ടി വാദിക്കുകയാണ്. അതാണ് ആ ടൗൺ SI ബാങ്ക് മാനേജറിനെ വിളിച്ച് ഈ അപ്പച്ചന് വേണ്ടി ഷൗട്ട് ചെയ്യുന്നത്. അത് പുറപ്പാട് 14:14 തിരുവചനമാണ്. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും എന്ന്. തുടർന്ന് നമ്മൾ ഈ സാക്ഷ്യത്തിൽ കേൾക്കുന്നുണ്ട്, ചുരുങ്ങിയ സമയത്തിനുള്ളിലാണ് ബാങ്ക് മാനേജർ ഈ അപ്പച്ചനെ വിളിച്ച് 2 ചെക്ക് വഴിയായി ഈ മുഴുവൻ തുകയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കൈമാറുന്നത്. ഞാൻ ബാങ്കിലേക്ക് ചെന്നു. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ കാശ് പാസ്സായിട്ടുണ്ട്, 2 വട്ടമായിട്ട് ഞാൻ ചെക്ക് തരാം, അക്കൗണ്ടോട് തുടങ്ങാൻ പറഞ്ഞു. അങ്ങനെ എനിക്ക് ആ പൈസ കിട്ടി. അത് വലിയൊരു അനുഗ്രഹം, വലിയൊരു അനുഗ്രഹം. ഇത് പാവപ്പെട്ടവന് 75,000 രൂപ ഇന്നത്തെ കാലത്ത് വളരെ വിലപ്പെട്ട ഒരു സംഖ്യയാണ്. മരിയൻ ഉടമ്പടിയുടെ കാലാവധി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാവുന്ന പോലെ 90 ദിവസമാണ്. അപ്പോൾ ഈ 45-ാം ദിവസം തന്നെയാണ് ദൈവമാതാവ് ഈ ഫയലിൽ ഒപ്പിടുന്നത്. എന്തുകൊണ്ടാണ് പരിശുദ്ധ ദൈവമാതാവ് ഈ അപ്പച്ചൻ്റെ ഫയലിൽ എത്രയും വേഗം ഒപ്പിട്ടത്? അത് ഈ അപ്പച്ചൻ്റെ വിശ്വാസ നടപടികളുടെ ഫലമായാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അപ്പച്ചൻ്റെ കുറേ മെറിറ്റുകളുണ്ട്. ദൈവ തിരുസന്നിധിയിൽ നിന്ന് വിട്ടുപോകാതെ ഉൽപ്പത്തി 17:1 തിരുവചനം അനുസരിച്ച് ദൈവം മുമ്പാകെ തന്നെ വ്യാപരിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിലും തൻ്റെ വിഷമതകൾ ഈശോയ്ക്ക് മുമ്പിൽ ഇറക്കി വെച്ച് ഈ അപ്പച്ചൻ വ്യാപരിക്കുന്നത്. അപ്പോഴാണ് ദൂതനെ വിടുന്നത്. പക്ഷേ ഈ ദൂതനെ വിടുമ്പോൾ ഈ അപ്പച്ചൻ സ്വീകരിക്കുന്ന ഒരു നടപടിയുണ്ട്. പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകൻ്റെ പ്രതിഫലവും, നീതിമാനെ നീതിമാനായി സ്വീകരിക്കുന്നവന് നീതിമാൻ്റെ പ്രതിഫലവും ലഭിക്കുന്നു എന്ന് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നത് പോലെ ഈ ദൈവിക ദൂതനെ തിരിച്ചറിഞ്ഞ ഈ അപ്പച്ചൻ എടുത്ത അടുത്ത നടപടി, അടുത്ത സ്റ്റെപ്പാണ് ഈ ഒരു വലിയ സാക്ഷ്യത്തിലേക്ക് ഈ അപ്പച്ചനെ നയിച്ചത്. വീണ്ടും മരിയൻ ഉടമ്പടിയുടെ വലിയൊരു സ്വഭാവമാണ് കമ്മ്യൂണിക്കേഷൻ, പ്രസൻസ് എന്നത്. അത് ഈ അപ്പച്ചൻ്റെ ജീവിതത്തിലും നമുക്ക് കാണാം. എന്താണ് വിഷയത്തിൻ്റെ പരിഹാരം എന്നത്? ദൈവം തന്നെ മുഖത്ത് നോക്കി ദൈവമാതാവിനെ വിട്ട് ഈ അപ്പച്ചനോട് നേരിട്ട് സംസാരിക്കുകയാണ്. ഇത് കേട്ടാൽ ആരും വിശ്വസിക്കാത്ത ഒരു വലിയ അത്ഭുതമാണ്. സാധാരണ ഒരു അപ്പച്ചൻ്റെ അടുത്തേക്ക് സ്വർഗത്തിലെ അമ്മയെ ദൈവപിതാവ് ഒരു സാധാരണ വിഷയത്തിന് വേണ്ടി അയക്കുന്ന വലിയ ഒരു അത്ഭുത പ്രതിഭാസം. ഇത് മരിയൻ ഉടമ്പടിയുടെ മാത്രം സ്വഭാവമാണ്. എന്തുകൊണ്ടാണ് നമ്മൾ പ്രത്യേകമായിട്ട് ഈ ഒരു ലിവിങ് ഓറക്കിൾസ്, ജീവവചസ്സുകൾ എന്ന വലിയ ശുശ്രൂഷ എടുത്തുകൊണ്ട് ഇങ്ങനെ മരിയൻ ഉടമ്പടിയുടെ സ്വഭാവങ്ങൾ ഇഴകീറുന്നത്? അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഇപ്പോഴും മരിയൻ ഉടമ്പടി എടുത്ത് വലിയ വലിയ ഹെവി പ്രൊജക്റ്റുകളൊക്കെ മരിയൻ ഉടമ്പടിയിൽ വെച്ചിട്ട് ഇപ്പോഴും ഇങ്ങനെ ലാഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന പല അവസ്ഥകൾ നമ്മൾ കാണുന്നുണ്ട്. ചില വ്യക്തികളൊക്കെ ഞാൻ കൃപാസനത്തിലായിരിക്കുന്ന സമയത്ത് എന്നെ നേരിട്ട് വന്ന് കാണാറുണ്ട്. ഇങ്ങനെ വലിയ വലിയ വിഷയങ്ങൾ ഉടമ്പടിയിൽ വെച്ചിട്ട് ഞങ്ങളുടെ വിഷയങ്ങൾ നടക്കുന്നില്ല എന്ന്. അവരോട് ഇങ്ങനെ കുറച്ച് സമയമെടുത്ത് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, മരിയൻ ഉടമ്പടി നിബന്ധനകളിൽ അവർക്ക് വന്നു പോയ വീഴ്ചകളാണ് അവരുടെ ഈ ഉടമ്പടി സാക്ഷ്യത്തിന് കാലതാമസമായിട്ട് വരുന്നത്. ഈ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സാക്ഷ്യം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്കൊരു നിമിഷം കണ്ണുകളടയ്ക്കാം. മരിയൻ ഉടമ്പടിയിലെ ആ വലിയ സ്വഭാവങ്ങൾ, സമയച്ചുരുക്കം എന്ന വലിയ പ്രതിഭാസം ഞങ്ങൾ കണ്ടു. 10 വർഷമായിട്ട് നടക്കാത്ത ഒരു വിഷയത്തിന്മേൽ പരിശുദ്ധമ്മ 45-ാം ദിവസം ഫയലിൽ ഒപ്പിട്ടത് ഞങ്ങൾ നേരിട്ട് കേൾക്കുകയായിരുന്നു. പ്രത്യേകമായിട്ട് ദൈവമാതാവിൻ്റെ കരം പിടിച്ച് ദൈവപിതാവിനോട് നമുക്കും പ്രാർത്ഥിക്കാം.
ഞങ്ങൾ വെച്ചിരിക്കുന്ന ഉടമ്പടി വിഷയങ്ങളുടെ മേലും കരുണയുണ്ടായി ഞങ്ങളുടെ ഫയലിലും ഒപ്പിടണമേ. ഞങ്ങളുടെ യോഗ്യതകൾ നോക്കാതെ ഈശോയെ ഞങ്ങളുടെ മേൽ കരുണയായിരുന്നു കൊണ്ട് ഞങ്ങളുടെ ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന നിബന്ധനകളുടെ മേൽ എത്രയും വേഗം ദൈവിക ഇടപെടലുണ്ടായി സാക്ഷ്യം പറയാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആവേ മരിയ. പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അളവില്ലാത്ത സകല നന്മസ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവേ, എളിയവരും നന്ദിയറ്റ പാപികളുമായ ഞങ്ങൾ നിസീമ പ്രതാപവാനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരാകുന്നു. എങ്കിലും അങ്ങേ അനന്തമായ ദയന്മേൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു, പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു, സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവശരണമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവസ്നേഹമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.
ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായ ജോസഫ് അച്ഛനെയും എല്ലാ ശുശ്രൂഷ മേഖലകളെയും ശുശ്രൂഷകരെയും അച്ഛൻ്റെ പ്രത്യേകമായ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ മേഖലകളിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക വഴിനടത്തലുകൾ ഉണ്ടാകുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവരഹസ്യം നമുക്ക് സമർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ, ആവേ ആവേ
കൃപാസനത്തിൽ നാളിതുവരെ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാ സഹോദരങ്ങളെയും, ഓൺലൈനായി ഉടമ്പടിയെടുത്തവരെയും, ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റിലൂടെ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളവരെയും പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രഹസ്യം നമുക്ക് കാഴ്ചയർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ, ആവേ ആവേ
സാംസ്കാരിക സാമൂഹ്യ മേഖലകളെ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ ലോകത്തിന് കൊടുക്കുവാനുള്ള കൃപാസനത്തിൻ്റെ എല്ലാ ഉദ്യമങ്ങളിലും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ ഇടപെടലുകൾ അനുഭവവേദ്യമാകുവാൻ കനിവുണ്ടാകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ, ആവേ 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 മരിയ. നാലാം ദൈവരഹസ്യം,
നമ്മുടെ കർത്താവ് യേശു മിശിഹ മരണത്തിന് വിധിക്കപ്പെട്ടതിന് ശേഷം തനിക്ക് അധികം അപമാനവും വ്യാകുലവും ഉണ്ടാകുവാൻ വേണ്ടി അവിടുത്തെ തിരുത്തോളിന്മേൽ ഭാരമുള്ള കുരിശുമരം ചുമത്തപ്പെട്ടുവെന്ന് ധ്യാനിക്കാം. 4-ാം ദൈവരഹസ്യം ധ്യാനിക്കുമ്പോൾ 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ നടന്ന പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം സഭയുടെ വിവേചന അധികാരം ഉപയോഗിച്ചുകൊണ്ട് പഠിക്കുവാനും ഒരു സമർപ്പിത സമൂഹം ഉയർന്നു വന്നുകൊണ്ട് പരിശുദ്ധ അമ്മ വഴി അനേകായിരങ്ങൾ ഈശോയിലേക്ക് പിന്തിരിയുവാൻ കനിവാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രസം നമുക്ക് സമർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. ആമേൻ.
അഞ്ചാം ദൈവരഹസ്യം. നമ്മുടെ കർത്താവ് യേശു മിശിഹ ഗാഗുൽത്താമലയിൽ ചെന്നപ്പോൾ വ്യാകുല സമുദ്രത്തിൽ മുഴുകിയ പരിശുദ്ധ മാതാവിൻ്റെ മുമ്പാകെ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ട് കുരിശിന്മേൽ തറയ്ക്കപ്പെട്ടുവെന്ന് ധ്യാനിക്കാം. ഈ അഞ്ചാം ദിവ്യരഹസ്യം ധ്യാനിക്കുമ്പോൾ കൃപാസനത്തിൻ്റെ മുഖവാരത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെയും മരിയൻ അപ്പാരിഷൻ സെൻ്ററിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെയും കോസ്റ്റൽ ഫോക്ക് ആർട്ട് അക്കാദമിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളെയും പ്രത്യേകിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ നിർമ്മാണ മേഖലകളിലും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ ഇടപെടലുകൾ ഉണ്ടാകുവാനും സമയോചിതമായി പൂർത്തീകരിക്കാനുമുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രഹസ്യം സമർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജപമാല സമർപ്പണം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലേ,
ദൈവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലെ, വിശുദ്ധ റഫായേലെ, മഹാത്മാവായ വിശുദ്ധ യോസേപ്പെ, ശ്രീഹന്മാരായ വിശുദ്ധ പത്രോസെ, വിശുദ്ധ പൗലോസെ, വിശുദ്ധ യോഹനാനെ, ഞങ്ങളുടെ പിതാവായ മാർത്തോമായി ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നു. എങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോടുകൂടെ ഒന്നായി ചേർത്ത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ തൃപ്പാത്തിങ്കൽ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. കർത്താവേ കനിയണമേ, മിശിഹായേ